എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോകുകയാണ്. ഞങ്ങളെല്ലാവരും ഓഫീസ് കഴിഞ്ഞ് നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ടൈം ആയപ്പോഴാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. ഇത് കരാമയിലുള്ള യോക്കോ സിസ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ നൊയമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റാണ് അവിടെ എത്തിയത്. ബാക്കി എല്ലാവരും അപ്പോഴേക്കും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് വിളിക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും കേൾക്കാൻ വയ്യ, പക്ഷേ ടൈം വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇതാണ്ട് നൊയമ്പ് മുറിച്ചു. നൊയമ്പ് മുറിക്കാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല. അല്ലാതെ നല്ല ആംബിയൻസും ഫുഡൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്ക് നോമ്പ് തുറ കഴിഞ്ഞ ഉടനെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയുമല്ലോ ഓൾറെഡി. അതിൻ്റെ കൂടെ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കിട്ടിയാൽ പറ്റൂല. ഇവിടുത്തെ മെനു നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ആളോട് തന്നെ ചോദിച്ചിട്ട് ബെസ്റ്റ് സെല്ലിങ് ഏതാണെന്ന് വെച്ചാൽ ഞാനത് ബൈ ചെയ്യുമായിരുന്നു. ബീഫിൽ ബെസ്റ്റ് സെല്ലിങ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. ഇത് കണ്ടോ, ഇതുപോലെ എല്ലാ ഫുഡിനും പുക വരുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഫൈനലി എൻ്റെ ഫുഡ് വന്നിരിക്കുകയാണ്. ഇത്രയും പേരുടെ ഫുഡ് നോക്കിയിരുന്നു. ഓരോരുത്തർക്കും കൊണ്ടുപോകുമ്പോൾ ഞാൻ വിചാരിക്കും അത് എൻ്റെ ആണെന്ന്. കാരണം ഓർഡർ ചെയ്ത് എന്താണെന്ന് പോലും എനിക്ക് അറിയാതിരിക്കുമായിരുന്നു. ബീഫിൻ്റെ എന്തോ ഒരു മെയിനാണ് അവർ കൊണ്ട് തന്നത്. ഞാൻ വിത്തൗട്ട് റൈസാണ് പറഞ്ഞത്. അതെന്തായാലും കാര്യമായി, കാരണം ഇല്ലെങ്കിൽ അത് ഫുള്ള് ഞാൻ വേസ്റ്റ് ചെയ്തേനെ. അങ്ങനെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ, പക്ഷേ ഹെവി ആയി പോയിരുന്നു. അതായിരുന്നു മെയിൻ പ്രോബ്ലം. Yes. Lemon mint. How is it? Nah, what is that? Oh my God! Honestly. Oh yeah. Please. അങ്ങനെ ഫുഡൊക്കെ എങ്ങനെയോ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തായിരുന്നു, കാരണം റൈസ് ഇല്ലാത്ത കാരണം ഞാൻ ഫിനിഷ് ചെയ്യാൻ പറ്റി. ബാക്കിയുള്ളവരൊന്നും ഫിനിഷ് ചെയ്തില്ല. അവർ പിന്നെ പാഴ്സൽ എടുക്കുകയായിരുന്നു ചെയ്തത്.
ഇതൊരു ഗൂഢാലോചനയാണ്, വേറൊന്നുമല്ല. ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പോവാമെന്നും പറഞ്ഞുകൊണ്ട്. കാരണം ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ടൈമല്ലേ, നമ്മൾ കൊളീഗ് എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് മാറ്റി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഹാപ്പി ആയിട്ടൊരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം വിചാരിച്ചു എല്ലാവരും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി നിന്ന് ജസ്റ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് വൈബ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാണ്ട് അവിടെ ഡൗൺ ടൗണിൻ്റെ തൊട്ടടുത്ത് ഡൗൺ ടൗൺ ഫേസ് ചെയ്യുന്ന ഒരു ടീ ഷോപ്പുണ്ട്, ഞങ്ങളുടെ ഒരു കൊളീഗ് റെക്കമെൻഡ് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. കണ്ടില്ലേ, നല്ല വ്യൂ അല്ലേ, നല്ല ഫ്യൂച്ചർ ഓഫ് ഐ ആണ് ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ ഡൗൺ ടൗണിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങളൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം വരുന്ന വഴിയിൽ നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ ചെയ്തൊരു മോസ്ക് കണ്ടപ്പോഴത്തേക്കും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയപ്പോൾ ഇന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അതിനെ പിരിഞ്ഞു പോയി. അപ്പം നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.